ശരി ആയിക്കോട്ടെ, എങ്കിലും അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ. അയ്യോ വേണ്ട, ഇനി ആ തിരുവ തുറക്കാതിരിക്കുന്നതാ നല്ലത്. ഹണി സൂക്ഷിച്ച്, മുമ്പിൽ മതിലുണ്ട്. എന്റെ അമ്മച്ചി. അല്ല, ഇത് ബലവന്തായുടെ പൂച്ചകളാണല്ലോ, കാറ്റ്മീനെയും പിന്നെ കട്രീനെയും. ഇങ്ങനെ ആഡിലൊക്കെ വരാനായിട്ട് ഇവര് ഇത്രയ്ക്ക് ഫേമസ് ആയോ? നേരത്തെ ഇവര് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. സ്വന്തം പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, അല്ല മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ എന്റെ മുറിയിൽ കാര്യമെന്ന്. ഇറ്റ്സ് എ പ്രാങ്ക്. ഞാനാണ് കാറ്റ്മീനോ, ഞാനാണ് കട്രീന. നിങ്ങൾക്ക് ഉള്ളു തീർന്ന് ചിരിക്കാനായി നിങ്ങൾ കാണുക ഞങ്ങളുടെ പ്രാങ്ക് വീഡിയോസ്. ആഹാ, ഇവർ രണ്ടും കൂടെ ഫ്രാങ്ക് വീഡിയോ ഉണ്ടാക്കി ഫേമസ് ആയിരിക്കുകയാണല്ലോ. അല്ല, ഇയാൾ ആരാണ്? ഇയാള് ഫേമസ് ഒന്നും അല്ലല്ലോ. ഇവനെ ഞാൻ എങ്ങും കണ്ടിട്ടുമില്ല. അത് ശരി, ഇതെന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആയതാ. എനിക്ക് ഫേമസ് ആയേ മതിയാകൂ. ഇനി ഞാനും ഈ സിറ്റിയിൽ ഫ്രാങ്ക് വീഡിയോസ് ചെയ്യും. അടിപൊളി, എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജനങ്ങളെ വെച്ച് പ്രാങ്ക് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ടാക്കും. എന്നിട്ട് അത് ഷെയർ ചെയ്ത് ഫേമസ് ആയി തീരും. ആഹാ, എന്നെക്കാളും വലിയ ബുദ്ധിമാൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. ഇതെന്താ 500 രൂപയുടെ നോട്ടോ? അതെ, ഇത് പ്രാങ്ക് ആണ്. ദാ നോക്കൂ ക്യാമറ. ഇനി എന്തായാലും ശകലം നേരെ ഷവറിന് താഴെ നിന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാം. അടിപൊളി. സ്വിമ്മിംഗ് പൂളിലെ എല്ലാ വെള്ളവും കാലിയാക്കാം. വെള്ളമില്ലാത്ത കാര്യം അറിയാതെ തോത്താറം ചാടുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. എന്താ ഇത്? വെള്ളം എങ്ങോട്ട് പോയി? ഇത് ഫ്രാങ്ക് ആണ്. നോക്ക് ക്യാമറ. ക്യാമറ. എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാനുണ്ട്. ചോദിക്കേ. ഈ ചെറിയ ABCD വലിയ ABCDനേക്കാളും എത്രമാത്രം ചെറുതാണെന്ന് പറയാമോ? എന്നാ പിന്നെ അത് പോട്ടെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അതായത് ഈ വലിയ ABCD ഇല്ലേ, അത് ചെറിയ ABCDനേക്കാൾ എന്തുമാത്രം വലുതാണ്? എടാ, ഇനി മേലാൽ ഇമ്മാതിരി ഡൗട്ട് ചോദിച്ചു പോരുത്. നിന്റെ ഈ വൃത്തികെട്ട ചോദ്യത്തിന്റെ ഉത്തരം ചിന്തിച്ച് എന്റെ തലമുടി കൊഴിഞ്ഞു പോയി. ഇനി ഏതെങ്കിലും തത്തകളുടെ പാർട്ടി പോയാൽ തന്നെ പ്രാവാണെന്ന് കരുതി അവരുടെ കൂടെ എന്നെ പിടിച്ച് പുറത്താക്കും. ശരി ആയിക്കോട്ടെ, എങ്കിലും അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ. അയ്യോ വേണ്ട, ഇനി ആ തിരുവ തുറക്കാതിരിക്കുന്നതാ നല്ലത്. ഹണി സൂക്ഷിച്ച്, മുമ്പിൽ മതിലുണ്ട്. ലെഫ്റ്റിലോട്ടുള്ള വഴി ബ്ലോക്ക് ആയതുകൊണ്ട് റൈറ്റിൽ പോണോ ലെഫ്റ്റിൽ പോണോ എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ചോദ്യം ചോദിക്കാനായിട്ട് നീ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ടാ. അയ്യോ, ഇത് നമ്മുടെ കന്നാസാറല്ലേ? കന്നാസാറേ, അല്ല സാർ ഇവിടെ എന്ത് ചെയ്യാ? എന്റെ പിള്ളേരെ, പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ആദ്യം കുടിക്കുന്നത് പാലാണ്. ആ സണ്ണി എല്ലാവരും പ്രാങ്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയാണ്. അടികൈ. ആ സണ്ണി ഒരിക്കലും നന്നാവില്ല ഖന്ന സാറേ. അതിരിക്കട്ടെ, അവൻ എന്ത് പ്രാങ്കാ ചെയ്തത്? കടയിൽ വെച്ച് ഞാൻ ചെരുപ്പിട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ വന്ന് ശ്രദ്ധ തിരിച്ച് ചെരുപ്പിന് പോലെ സ്കേറ്റ് ഷൂ ആക്കി മാറ്റി.
പിന്നെ മരുന്ന് തരാനെന്നുള്ള വ്യാജന എന്റെ അടുത്ത് വന്ന് എന്റെ മുഖം ചുവപ്പ് കളറാക്കി എന്നിട്ട് ഒരു കുട്ടിക്കുരങ്ങനോട് പറഞ്ഞു ഇത് നിന്റെ അച്ഛനാണ്, വേഗം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളാൻ. ആ കുരുത്തം കെട്ട സണ്ണി നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. എന്റെ അമ്മോ, ഇതൊന്നും ഒന്നുമല്ല. ഒളിച്ചു കളിക്കുന്ന പാവം കുട്ടികളുടെ കാലിൽ ചിലങ്ക കെട്ടി വെക്കും അവൻ. കൂട്ടുകാരെ, സണ്ണി വളരെ വഷളാവുന്നുണ്ട്. ഫ്രാങ്ക് ചെയ്യുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. ഞാനിവിടെ പൂച്ചകൾക്ക് നല്ല പേര് സമ്പാദിക്കാൻ നോക്കുമ്പോ ആ സണ്ണിയാണെങ്കിൽ ഉള്ള പേര് കൂടി ചീത്തപ്പേരാക്കാൻ നോക്കുവാണ്. വാ നമുക്ക് വേഗം പോയി നോക്കാം. ഇപ്പൊ ആരോടെങ്കിലും സണ്ണി പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എക്സ്ക്യൂസ് മീ, അല്ല നിങ്ങളുടെ മുഖത്താര കറുത്ത കളർ അടിച്ചേ? ഒരു പൂച്ച മഷി നിറച്ച മഞ്ഞ ബലൂണും കൊണ്ടുവന്ന് ലഡു ആണെന്ന് പറഞ്ഞു തന്നു. വല്ലാത്ത ചതിയായി പോയി. അല്ല ചേട്ടാ, സമയം എത്രയായി? ഇത് പ്രാങ്കാണ്. നോക്ക് ക്യാമറ. ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ചോക്ലേറ്റ് എനിക്ക് തിരിച്ചു തരാമോ? ആദ്യം ക്യാമറയിലോട്ട് നോക്കി പറയേ സണ്ണിയുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട്. സണ്ണിയുടെ വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഇനി എനിക്ക് എന്റെ ചോക്ലേറ്റ് തിരിച്ചു തന്നേക്ക്. അതെ, ഇതും പ്രാങ്കാണ്. സണ്ണി, നിന്റെ ഫ്രാങ്ക് വീഡിയോസ് നിർത്തിക്കോ. നീ കാരണം നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടിലായിരിക്കുക. അയ്യോ, എനിക്കെന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും പ്രാങ്ക് വീഡിയോസ് ചെയ്യില്ല. എന്റെ വകയായിട്ട് ഈ പൂക്കളെ പിടിച്ചോ. അതെ പൂക്കാരൻ ചേട്ടാ, ഇവിടെ എന്റെ കൊച്ചളിയും ബണ്ണി നിൽപ്പുണ്ടായിരുന്നു. താങ്കൾ അവനെ കണ്ടായിരുന്നോ? എടാ ബണ്ണി, ഇറ്റ്സ് എ പ്രാങ്ക്. ദാ അങ്ങോട്ട് നോക്കൂ ക്യാമറ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഇപ്പൊ ശരിയാക്കി തരാം നിന്നെ. സണ്ണിതാ ബോധം കെട്ട് വീണു. സണ്ണി വേഗം എഴുന്നേൽക്ക്. പേടിച്ചേ? എടാ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. ദാ നോക്ക് ക്യാമറ. ഇവൻ നന്നാവില്ല. സണ്ണി ചെയ്ത തെറ്റിന്റെ ഫലം അവൻ തീർച്ചയായിട്ടും അനുഭവിച്ചിരിക്കും. അത് ശരി, അപ്പൊ അവന് ഫലം കിട്ടുമല്ലേ? ഇനി അവൻ ജ്യൂസ് സെന്റർ ഇറങ്ങാൻ തുടങ്ങും ആവോ? എടാ കഴുതേ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ 4 പേരും ചേർന്ന് ഫ്രാങ്ക് ആയിട്ട് അവന് പണിയെടുക്കുന്ന. സണ്ണി തീർച്ചയായും മനസ്സിലാക്കണം. ഫ്രാങ്ക് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. എല്ലാവരും കേട്ടോ? എന്റെ അമ്മച്ചി, അതൊരു പുലിയാണല്ലോ. ദാ, നീ എന്തുവായി കാണിക്കുന്നേ? കൊച്ചലെ ഇങ്ങനെ പേടിപ്പിച്ചാലുണ്ടല്ലോ അവൻ പെട്ടെന്ന് പേടിച്ചോളും. പതുക്കെ പതുക്കെ പേടിപ്പിക്കാം. മര്യാദക്ക് പേടിപ്പിക്കാടി, ഇല്ലെങ്കിൽ അവന് മനസ്സിലാവും. അയ്യോ രക്ഷിക്കണേ, പുലി പുലി, അയ്യോ അയ്യോ രക്ഷിക്കണേ. നമ്മൾ വെച്ച ടേപ്പിൽ അവൻ ശരിക്കും കുടുങ്ങി. വേണ്ട, എന്നോട് വെറുതെ കളിക്കാൻ വരണ്ട. ഇന്നാ പിടിച്ചോ. മറ്റുള്ളവരോട് പ്രാങ്ക് ചെയ്യുമ്പോ അവരെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന് സണ്ണി ഇപ്പോൾ മനസ്സിലാക്കും. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ.
അയ്യോ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഓഹോ 4 വെറ്റില ചവച്ച് തിന്നാൽ ചുണ്ട് നന്നായിട്ട് ചുവക്കും. പുറകെ പോയേക്കല്ലേ, ഇത് മിക്കവാറും സണ്ണിയുടെ പ്രാങ്ക് ആയിരിക്കും. അടി കൈ. റോഡിൽ കിടന്ന മണ്ണ് മുഴുവൻ എന്റെ മുഖത്തായി. വേഗം വെള്ളം കൊണ്ടു കഴിയേക്കാം. അടിപൊളി. നീ നീലക്കുറുക്കനെ പോലെ ആയല്ലോ. 2 കൊമ്പും കൂടെ വച്ചാ നീല പശുവിനെ പോലെ ആവും. സണ്ണി നോക്ക് ക്യാമറ. നിനക്ക് ഫേമസ് ആവണ്ടേ, അതുകൊണ്ട് ഞങ്ങള് ന്യൂസ് ചാനലിന്റെ ക്യാമറ തന്നെ അങ്ങ് വാങ്ങി. ഇപ്പൊ ലോകം മുഴുവൻ തന്നെ കാണുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞു. നീ കാരണം നാട്ടുകാരുടെ തലയ്ക്ക് മൊത്തം തീ പിടിച്ചിരിക്കുകയായിരുന്നു. പോപ്പട്ടെ, നിന്റെ തലക്ക് തീ പിടിക്കാണ്ടിരുന്നത് വളരെ നന്നായി, അല്ലെങ്കിൽ ഉള്ള തൂവല് കൂടി കരിഞ്ഞു പോയേനെ. അയ്യോ എനിക്കെല്ലാം മനസ്സിലായി. That I am not a good boy. മാത്രമല്ല എല്ലാ പ്രാവശ്യം ഇങ്ങനെ പ്രാങ്ക് ചെയ്യുമ്പോ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നിങ്ങളോട് ഇപ്പൊ മാപ്പ് ചോദിക്കുകയാണ്. ഫേമസ് ആകാൻ വേണ്ടിട്ട് ഞാൻ ഇനി പ്രാങ്ക്സ് ചെയ്യില്ല, നന്നായിട്ട് ശ്രമിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ എടാ സണ്ണി, ഞങ്ങള് പ്രാങ്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിന്റെ വീട് മറ്റൊരാൾക്ക് നല്ല വിലക്ക് വിറ്റു. എന്താ? ചുമ്മാ പ്രാങ്ക് ആയിട്ട് പറഞ്ഞതാ. നിന്റെ ബൈക്കാ എടുത്ത് കൊടുത്തത്. അയ്യോ വേണ്ട. അയ്യോ, ഞാൻ വീണ്ടും പ്രാങ്ക് ആയിട്ട് തന്നെ പറഞ്ഞതാ. അതും അവിടെ തന്നെ ഉണ്ട്, ആർക്കും കൊടുത്തിട്ടില്ല.